സ്വാമി ശരണയ്യപ്പ. തിരുവാഭരണം പ്രാപ്തിയമായിക മരതക രൂപം കണ്ടു. കഴിഞ്ഞ 65 വർഷമായി ഈ ഗുരുസ്വാമി ഭഗവാന്റെ തിരുവാഭരണങ്ങൾ സ്വന്തം തലയിലേറ്റി സന്നിധാനത്തേക്ക് കാൽനടയായി പോകുന്നയാളാണ്. ഞാൻ 65 വർഷമായി എന്റെ വിവാഹം. ഇതിനു മുമ്പ് സ്വാമിയുടെ അച്ഛനൊക്കെയാണോ? എന്റെ അച്ഛനും അച്ഛന്റെ കാരണവന്മാരൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഞാൻ എന്റെ അച്ഛന്റെ കൂടാണ് ആദ്യം ശബരിമലയ്ക്ക് പോകുന്നത്. കൃത്യമായിട്ട് പോകുന്നത് കന്നിമല പോകുന്നത് തിരുവാഭരണ കേടകം പോയിച്ചുകൊണ്ടാണ്. ഈ മാളികപ്പുറത്ത് നിന്ന് മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് എത്ര കാലം കാണുന്നുണ്ട്? ഞാൻ ശബരിമല തിരുവാഭരണമായിട്ട് പോയ കാലം പോലെ കാണുന്നുണ്ട്. ഇന്ന് വരെ അതിന് എഴുന്നള്ളിപ്പിന് ഒരു മാറ്റം വന്നിട്ടുണ്ടോ? ഒരു മാറ്റം വന്നിട്ടില്ല. പന്തളത്ത് നിന്ന് കൊണ്ടുപോകുന്ന ഈ തിരുവാഭരണ പേടകങ്ങൾ 3 അല്ലേ? പേടകം എന്ന് പറയുന്നത് ഏറ്റവും മുന്നേ പോകുന്നതാണ്. അതിനകത്ത് അയ്യപ്പന്റെ തിരുമുഖം, പ്രഭ മണ്ഡലം, 2 സ്വർണ്ണ വാള്, 2 സ്വർണം കെട്ടിയ ഒരു ചങ്കങ്ങൾ, പൂത്തട്ടം, 1 കടുവ, 2 ആന, പിന്നെ 2-3 മാലകള്, 1 നവരത്നമൂല്യം. ഇതൊക്കെയാണ് തിരുവാഭരണ പേടകത്തിലുള്ളത്. 2ഉം 3ഉം പെട്ടികളിൽ എന്താണ്? രണ്ടാമത്തെ പെട്ടിക്കകത്ത് 5-ാം തീയതി അവിടെ കളഭ അഭിഷേകത്തിന് കളഭം കലക്കാനുള്ള സ്വർണ്ണക്കുളമാണ്. അതിന്റെ മുകളിൽ തലപ്പാറയുടെ ഉറുമ്പാലും 2 കൊടിയുടെ കൊട അതിന്റെ മുകളിൽ വെച്ച് കെട്ടാറുണ്ട്. 3ാമത്തെ തിരുവാഭരണ ഘടകത്തിൽ അവിടെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്ന തിളമ്പ് അയ്യപ്പന്റെ വിഗ്രഹം കാണിച്ചിട്ടുണ്ട്. അതിന് മീശയുണ്ട്. ആ മീശ തിരുവാഭരണ ഘടകത്തിന് ഉണ്ട്. സന്നിധാനത്ത് ചാർത്തുന്ന തിരുവാഭരണത്തിനും മീശയുണ്ട്. ഈ എഴുന്നള്ളിപ്പിക്കുന്ന തിടമ്പിനും മീശയുണ്ട്. ഈ മീശയുള്ള തിടമ്പാണോ എഴുന്നള്ളിക്കുന്നത്? ശബരിമലയിലെ ഉത്സവത്തെ കുറിച്ച് സത്യത്തിന് ഒരു ഉത്സവമേ ഉള്ളൂ. അത് മകര വിളക്ക് മുതല് 5-ാം തീയതി കളഭം കഴിഞ്ഞ് 6-ാം തീയതി ഗുരുതി കഴിയുന്നത് വരെയുള്ള ദിവസത്തെ ഉത്സവമാണ് അവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത്. മകരവിളക്ക് ഉത്സവം നടത്തുന്നത് പന്തളം രാജകുടുംബത്തിന്റെ വകയായിട്ടാണെന്നാണ് സങ്കല്പവും. ഇന്നും അവിടെ ഗുരുതി നടത്തുന്നതും അല്ലെങ്കിൽ നടത്തിക്കുന്നതും 5-ാം തീയതി കളഭം ആളിക്കുന്നതും എല്ലാം പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധിയായിട്ട് പോകുന്ന തമ്പുരാണ്. മാളികപ്പുറത്ത് മണിമണ്ഡപത്തിൽ നിന്ന് അവിടെ എഴുന്നള്ളത്തുണ്ട്. ശബരിമല അയ്യപ്പന്റെ 18-ാം പടിക്ക് എന്നിട്ട് ക്ഷേത്രത്തിന് വലം വെച്ച് തിരിച്ച് മാളികപ്പുറത്ത് വരുന്നുണ്ട്. ആ എഴുന്നള്ളത്ത് സമയത്ത് ആ എഴുന്നള്ളിക്കുന്ന ഇപ്പോൾ ആനയില്ല, നേരത്തെ ആനയായിരുന്നു. എഴുന്നള്ളത്തിന്റെ 2 സൈഡിലായിട്ട് തലപ്പാറയുടെ ഉറുമ്പാരുടെ ഓരോ കൊടി ഇരിക്കുന്നുണ്ട്. ഇടക്കാലത്ത് നമ്മൾ സിനിമകളിലൊക്കെ കേട്ടു മാളികപ്പുറത്തമ്മ എഴുന്നള്ളുന്നതായിട്ട്. മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്ത് ശബരിമലയിൽ ഇതുവരെ നടന്നിട്ടുണ്ടോ? ശബരിമല ഏത് കാലത്താണ് ഉണ്ടായെന്ന് നമുക്കാർക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഈ മാളികപ്പുറത്തമ്മ അല്ല അവിടെ എഴുന്നള്ളിക്കുന്നത്, സാക്ഷാൽ അയ്യപ്പനെയാണ്. മണിമണ്ഡപത്തിലാണ് എഴുന്നള്ളത്ത് ആരംഭിക്കുന്നത്. അല്ലാതെ മാളികപ്പുറത്തമ്മയുടെ നടയിൽ നിന്നല്ല. ഒരിക്കലും അവിടെ മാളികപ്പുറത്തമ്മ എഴുന്നള്ളിപ്പിട്ടുമില്ല, എഴുന്നള്ളിക്കാൻ സാധിക്കത്തുമില്ല. അയ്യപ്പനെയാണ് എഴുന്നള്ളിക്കുന്നത്. മകരവിളക്ക് ഉത്സവത്തിന് മാളികപ്പുറം മണിമണ്ഡപത്തിൽ നിന്നും ശരംകുത്തിയാൽ വരെ നടക്കുന്ന എഴുന്നള്ളിപ്പ് ഇപ്പോഴും മാളികപ്പുറത്തമ്മയുടേതാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന മലയാളി അയ്യപ്പന്മാരോട് നമ്മുടെ ഗുരുസ്വാമിക്ക് എന്താണ് പറയാനുള്ളത്? അവരങ്ങനെ വിശ്വസിക്കുന്ന അവരുടെ വിട്ടിധനം എന്ന് പറയാൻ പറ്റുന്നു. അവർക്ക് നേരിട്ട് ഈ എഴുന്നള്ളത്ത് വന്ന് കണ്ട് മനസ്സിലാക്കും. ശബരിമലയിൽ പോകുമ്പോൾ മാളികപ്പുറത്തമ്മയെ എന്ത് സങ്കല്പത്തിലാണ് ഗുരുസ്വാമി ദർശിക്കുന്നത്? ഞാൻ ഇന്ന് മാത്രമല്ല, ഈ പന്തളത്തുകാരും പന്തളം കൊട്ടാരും ത്തിലുള്ള തമ്പുരാക്കന്മാരും എല്ലാവരും ദർശിക്കുന്നത് പന്തളം കൊട്ടാരത്തിന്റെ ധർമ്മദൈവം അല്ലെങ്കിൽ പരദേവതയായിട്ടിരിക്കുന്ന മധുര മീനാക്ഷി എന്നാണ് സങ്കല്പിക്കുന്നത്. ആ സങ്കല്പമാണ് ഇന്നും ഞങ്ങളുടെ തിരുവാഭരണ വാഹകക്കാരും തമ്പുരാനും എല്ലാവരും വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതും.